In this lesson, we learn the formation of noun of instrument. ഇസ്മുൽ ആല. ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇസ്മുൽ ആലകളെ കുറിച്ചാണ്. ഇസ്മുൽ ആല എന്ന് പറഞ്ഞാൽ ഉപകരണത്തിൻ്റെ നാമങ്ങൾ. ഉപകരണം ഉണ്ടാവില്ലേ, ടൂൾസ് എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ നാമം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇറ്റ് ഡിനോട്ട് ദാറ്റ് ദ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ദ ആക്ഷൻ ഡിനോട്ടഡ് ബൈ ദ വെർബ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് ഇൻസ്ട്രുമെൻറ്റ്, ഒരു ഉപകരണം, ഫോർ ദ ആക്ഷൻ, ക്രിയ, ഒരു പ്രവർത്തിയോടെ, ഫോർ ദ ആക്ഷൻ ഓഫ് ഡിനോട്ടഡ് ബൈ ദ വെർബ്, ക്രിയയാൽ സൂചിപ്പിക്കപ്പെടുന്ന ഒരു പ്രവർത്തനം, അത് നടത്തുന്ന ഉപകരണം, അത് ക്രിയയിൽ നിന്നുണ്ടാക്കുന്ന നാമങ്ങളാണ് ഇസ്മുൽ ആല. ഇപ്പോൾ ഫതഹ എന്ന് പറയുമ്പോൾ നോക്കിക്കോളൂ, ഉദാഹരണം പറയുമ്പോൾ നമുക്ക് വ്യക്തമാകും. ഫതഹ എന്ന് പറഞ്ഞാൽ തുറന്നു എന്നാണ് അല്ലേ. ഫതഹ എന്ന് പറഞ്ഞാൽ അവൻ തുറന്നു. അതിൽ നിന്ന് തുറക്കുന്ന ഉപകരണം മിഫ്താഹുൻ, താക്കോൽ. ആൻ ഇൻസ്ട്രുമെൻറ്റ് ഫോർ ഓപ്പണിംഗ്, തുറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം, തുറക്കാൻ വേണ്ടിയുള്ള ഉപകരണമാണ് മിഫ്താഹുൻ, താക്കോൽ, അതായത് എ കീ. ഇനി റഅ എന്ന് പറഞ്ഞാൽ കണ്ടു. മിർ ആത്തുൻ, കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം, കണ്ണാടി. ദ ഇൻസ്ട്രുമെൻറ്റ് ഫോർ സീയിങ്, കാണുന്നതിന് വേണ്ടിയുള്ള ഉപകരണം, അതായത് മിറർ. അടുത്തത് വസന. വസന എന്ന് പറഞ്ഞാൽ തൂക്കി. വസന, തൂക്കി. മീസാനുൻ, ദ ഇൻസ്ട്രുമെൻറ്റ് ഫോർ വെയിങ്, തൂക്കുന്നതിന് വേണ്ടിയുള്ള ഉപകരണം, അതായത് ബാലൻസ്. മീസാൻ എന്ന് പറഞ്ഞാൽ വെയിങ് മെഷീൻ, അല്ലെങ്കിൽ തൂക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം. ഇവിടെ മീസാൻ, നമ്മളിവിടെ രണ്ടെണ്ണം നോക്കി, മിഫ്താഹുൻ, മിർ ആത്തുൻ എന്ന് പറയുമ്പോൾ മിഫ്ആലുൻ വസിനിലാണ്. എന്നാൽ മീസാനുൻ എന്ന് പറയുമ്പോൾ മീഫാലും വസനും എന്നിട്ടൊരു വസനില്ല. ശരിക്കും അത് എന്തായിരുന്നു, ഇപ്പുറത്തെ പേജിൽ എഴുതിയിട്ടുണ്ട്. മീസാനുൻ എന്നത് മിവ്സാനുൻ എന്നായിരുന്നു. മിഫ്ആലുൻ എന്ന പാറ്റേണിൽ തന്നെയാണ് അത് വന്നിരുന്നത്. മിവ്സാനുൻ എന്നായിരുന്നു. എന്നാൽ അറബിക് ഫോണറ്റിക് സിസ്റ്റം ഡസ് നോട്ട് അലൗ ഈ കോമ്പിനേഷൻ, അതായത് വാവിന് സുക്കൂനും തൊട്ടു മുൻപുള്ളതിന് കെസ്റയും വരുന്ന ഒരു കോമ്പിനേഷൻ അറബിക് ഫോണറ്റിക് സിസ്റ്റത്തിൽ ഇല്ലാത്തതുകൊണ്ട് വെനെവർ ദിസ് കോമ്പിനേഷൻ ഒക്യുവേർഡ്, എവിടെയൊക്കെയാണോ ഈ കോമ്പിനേഷൻ വരുന്നത്, ഇറ്റ് ഈസ് ചേഞ്ച്ഡ് ടു ഇ, അത് ആ വാവ് യാ ആയി മാറും. അങ്ങനെയാണ് മീസാനുൻ എന്നാകുന്നത്. വാവ് ഈസ് ഒമിറ്റഡ് ആൻഡ് ഈ ലെങ്തേൺഡ് ഫോർ ദ കോമ്പിനേഷൻ. അപ്പോൾ വാവ് കളയപ്പെടും, എന്നിട്ട് യാ, സുക്കൂനുള്ള യാ, അതാണ് ലെങ്തേൺഡ് പറയുന്നത്. മീസാനുൻ എന്നായി മാറും, അത് മീസാനുൻ എന്നാണ്. ദർ ആർ 3 പാറ്റേൺ ഓഫ് ഇസ്മുൽ ആല. ഇസ്മുൽ ആലയ്ക്ക് പ്രധാനമായും 3 പാറ്റേൺ ആണ് ഉള്ളത്, 3 വസനാണ് ഉള്ളത്. ദീസ് ആർ: ഒന്ന് മിഫ്ആലുൻ, ഒന്ന് മിഫ്ആലുൻ വസൻ, മിഫ്ആലുൻ. ഇവിടെ നോക്കിയേ, നഷറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീ സോവ്ഡ്, അറുത്തു മാറ്റുകയൊക്കെ ചെയ്യില്ലേ, മരമൊക്കെ ഇങ്ങനെ അറുക്കൂലേ, അതിനാണ് നഷറ എന്ന് പറയാം. നഷറ. വേറെ അർത്ഥങ്ങളുണ്ട്, ഇതിലുള്ള അർത്ഥം നോക്കിയാൽ മതി കേട്ടോ. മിൻഷാറുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അറക്കുന്ന ഈർച്ചവാള്, മിൻഷാർ ഹദീസിലൊക്കെ വന്നിട്ടുണ്ട്. മിൻഷാറുൻ എന്ന് പറഞ്ഞാൽ സോ എന്ന് പറഞ്ഞാൽ ഈർച്ചവാൾ. അടുത്തത് ഹറസ എന്ന് പറഞ്ഞാൽ നിലം ഉഴുക എന്നൊക്കെ പറയില്ലേ. പണ്ടത്തെ കാലത്ത് ഇപ്പോൾ ട്രാക്ടറൊക്കെ ഉപയോഗിച്ച് നിലം ഉഴും. പണ്ടത്തെ കാലത്ത് കലപ്പ ഉപയോഗിച്ചിട്ട്, കാളനെ വെച്ചിട്ട് കലപ്പ ഉപയോഗിച്ചിട്ട് നിലം ഉഴും. ആ നിലം ഉഴുന്ന ഉപകരണത്തിൻ്റെ പേരാണ് മിഹ്റാത്തുൻ. അത് മിഫ്ആലുൻ വസനിലാണ് വരുന്നത്. എപ്ലോ, നിലം ഉഴുന്ന ഉപകരണം. അടുത്തത് മിഫ്ആലുൻ വസനിൽ, മിഫ്ആലുൻ കഴിഞ്ഞു, മിഫ്ആലുൻ വസനിൽ വരുന്നത് സഈദ എന്ന് പറഞ്ഞ കയറി. നമ്മൾ പഠിച്ചിട്ടുണ്ട് സഈദ. ബുക്ക് ഇപ്പോഴത്തെ ബാച്ചുകാർക്ക് എടുക്കുന്ന ആ ബുക്കിൽ നമ്മളിപ്പോൾ പറഞ്ഞു പോയിട്ടുണ്ട്. സെക്കൻഡ് ബാച്ചുകാർക്ക് സഈദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയറുക. ഹി അസെൻഡൻറ്റ്, കയറുക എന്നൊക്കെയാണ് അർത്ഥം. മിസ്അദു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എലവേറ്റർ അല്ലെങ്കിൽ ലിഫ്റ്റ് എന്നൊക്കെ പറയാം, കയറുന്ന ഉപകരണം. ഇനി സഖബ എന്ന് പറഞ്ഞാൽ ഡ്രിൽഡ്, തുളക്കുക എന്നൊക്കെ പറയാം. ഹി ഡ്രിൽഡ്, അവൻ തുളച്ചു. മിസ്ഖബു എന്ന് പറഞ്ഞാൽ തുളക്കുന്ന ഉപകരണം. അടുത്തത് മിഫ്ആലത്തുൻ പാറ്റേണിൽ വരുന്നതാണ്. മിഫ്ആലത്തുൻ പാറ്റേണിൽ വരുന്നത് നോക്കിയേ. കനസ എന്ന് പറഞ്ഞാൽ അടിച്ചോരുക, സ്വെപ്റ്റ്, അടിച്ചുവാരി. ഇനി അടിച്ചു പോരുന്ന ഉപകരണം മിഖ്നസത്തുൻ, മിഫ്ആലത്തുൻ പാറ്റേണിൽ കേട്ടോ. അടുത്തത് കൊല, നമ്മൾ പഠിച്ചിട്ടുണ്ട്, പൊരിക്കുക, ഫ്രൈ ആക്കുക, പൊരിക്കുക, വറുക്കുക എന്നൊക്കെ പറയും. കൊല, ഹീ ഫ്രൈഡ്, അവൻ വറുത്തു. അതിൽ നിന്നാണ്
എന്ത് മിഖലാത്തുനുണ്ടായത് എങ്ങനെയാണെന്നും ഒരു ചെറിയ ഒരു ഇതും കൂടിയുണ്ട്. മിഖ്ലയത്തുൻ എന്നാണ്. മിഫ്അലത്തുൻ എന്ന പാറ്റേണിലാണ് അതിൻ്റെ ഒറിജിനൽ മിഖ്ലയത്തുൻ എന്നാണ്. അത് മിഖലാത്തുൻ ആയതാണ്. കവ എന്ന് പറഞ്ഞാൽ അയൺ ചെയ്തു. അതിൻ്റെ അയൺ ചെയ്യുന്ന ഉപകരണം, അയൺ ബോക്സിന് പറയുന്നത് മിഖ്വാത്തുൻ എന്നാണ്. അതിൻ്റെ ഒറിജിനൽ മിഖ്വയത്തുൻ എന്നാണ്. അത് മിഖ്വാത്തുൻ എന്നായതാണ്. അതെങ്ങനെയാണെന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് ദ വേർഡ് മിഖ്വാത്തുൻ മിഖ്ലാത്തുൻ ആർ ഓൺ ദ മെഷർ ഓഫ് മിഫ്അലത്തുൻ ആൻഡ് മിഫ്ആലുൻ. മിഫ്അലത്തുൻ ആൻഡ് നോട്ട് മിഫ്ആലുൻ. അതായത് മിഖല എന്നുള്ളതിൻ്റെ ഒറിജിനൽ മിഖ്ലയത്തുൻ എന്ന, അതായത് കല എന്ന് കാണുമ്പോൾ അതിൻ്റെ ഇസ്മുൽ ആലയാണ് മിഖ്ലാത്തുൻ, മറ്റേത് മിഖ്വാത്തുൻ. ഈ മിഖ്വാത്തുൻ കാണുമ്പോൾ നിങ്ങൾ ഒരിക്കലും തന്നെ എന്ത് പറയരുത്, മിഫ്ആലുൻ മിഫ്ആലുന്ന് അങ്ങനത്തെ ഒരു മിഫ്ആലാത്തുന്ന് അങ്ങനത്തെ പാറ്റേൺ പറയരുത്. മറിച്ച് അതിൻ്റെ വസന ഏതാണെന്ന് ചോദിക്കുമ്പോൾ മിഫ്അലത്തുൻ എന്ന് തന്നെ പറയണം. കാരണം എന്താ, അക്കോർഡിംഗ് ടു ദ അറബിക് ഫോണറ്റിക് സിസ്റ്റം ദ കോമ്പിനേഷൻ ആയ ആർ അവ ഓ ചേഞ്ച് ടു മിഖ്ലയത്തുൻ ബിക്കം മിഖ്ലാത്തുൻ മിസ്വത്തുൻ ബിക്കം. അതായത് അറബിക് ഫോണറ്റിക് സിസ്റ്റത്തിൽ നമ്മൾ താരീലുകൾ പറയാറില്ല, അതാണ് പറയുന്നത് കേട്ടോ. ആയ എന്നുള്ള കോമ്പിനേഷന് അത് എൻ്റെ അവ എന്നുള്ള കോമ്പിനേഷനും ഇതാവും എന്നാണ് പറയുന്നത്. അതായത് മിഖ്ലയത്തുൻ എന്ന് പറയുമ്പോൾ മിഖ്ലയത്തുൻ അത് എന്താ ഫത്തഹയും യാഇന് ഫത്തഹയും തൊട്ട് മുൻപുള്ളതിന് സുക്കൂനും ആവുമ്പോൾ അങ്ങനെ തന്നെയല്ലേ, അതാവുമ്പോൾ ഇത് അലിഫായി മാറുന്നു. ആ വാവും യാ ഒക്കെ അലിഫാക്കി മാറ്റി മറിച്ചു. മിഖ്ലയത്തുൻ മിഖ്വയത്തുൻ എന്ന് പറയുമ്പോൾ ആ കോമ്പിനേഷന് അറബിയിൽ ഫോണറ്റിക് സിസ്റ്റത്തിൽ പറയാൻ പറ്റൂല, അങ്ങനെയൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഇനി സ്വഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു ഫിൽറ്റർ, അരിച്ചു, യസ്ഫു, സ്ട്രെയിൻ ചെയ്യുക, അരിക്കുക എന്നൊക്കെ പറയില്ലേ, അരിപ്പാന്നറിയില്ലേ. അതെ, 7 രണ്ടാമത്തെ പാഠം, പേജ് നമ്പർ 21 ലാസ്റ്റ്. അതിൻ്റെ സഫ യസ്ഫു, അതിൻ്റെ മിസ്ഫാത്തുൻ ഇതേപോലെ തന്നെ മിസ്ഫയത്തുൻ ആണ് അതിൻ്റെ ഒറിജിനൽ. പിന്നീട് അത് മിസ്ഫാത്തുൻ എന്നായി. ഇസ്മുൽ ആല കേട്ടോ. ഇത് ഭയങ്കര എളുപ്പമാണ്, വലിയ പ്രയാസമില്ല, ഭയങ്കര ഈസി ആയിട്ട് എനിക്ക് തോന്നിയത്. ഇനി ഇതിൻ്റെ എക്സസൈസ് നോക്കിക്കോളൂ കേട്ടോ. എക്സസൈസ് ചെയ്യുമ്പോൾ ഒന്നുകൂടി എളുപ്പമായിട്ട് വരും. രണ്ടാമത്തെ പാഠം ഇപ്പോൾ അതിൻ്റെ അടുത്ത പാഠം ഇന്നലത്തെ ബാക്കി. ഓക്കെ, ഇതിൽ രണ്ടാമത്തെ എക്സസൈസ് നോക്കിക്കോളൂ കേട്ടോ. എൻ്റെ ബുക്കിൽ പേജ് നമ്പർ 13 ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ അല്ല നിങ്ങൾ നോക്കേണ്ടത്, ക്വസ്റ്റ്യൻ്റെ കഴിഞ്ഞിട്ട് കേട്ടോ. ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ഒന്നാമത്തെ എക്സസൈസ് കഴിഞ്ഞിട്ട് ഇത് തന്നെയാണ്. ഇത് അറബി ഇപ്പോൾ പറഞ്ഞ സംഭവങ്ങളൊക്കെ അറബിയിൽ പറയണേ. കലിമത്തു മിഫ്താഹുൻ എന്ന പദം മഅഖൂദത്തുൻ എടുക്കപ്പെട്ടതാണ്. ഫതഹ യഫ്തഹു എന്നതിൽ നിന്നും എടുക്കപ്പെട്ടതാണ്. ലിദ്ദലാലത്തി അല ആലത്തിൽ ഫതഹി തുറക്കുന്ന ഉപകരണം. ആലത്ത് എന്ന് പറഞ്ഞാൽ ഉപകരണം. ആലത്തിൽ ഫതഹി എന്ന് പറഞ്ഞാൽ തുറക്കുന്ന ഉപകരണത്തിന്മേൽ കാണിക്കുന്നതിന് വേണ്ടി, അത് തുറക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിനെ കാണിക്കുന്നതിന് വേണ്ടിയാണ്. ഫതഹ യഫ്തഹു എന്ന ക്രിയയിൽ നിന്നും എടുക്കപ്പെട്ട പദമാണ് മിഫ്താഹുൻ എന്നത്. വതുസമ്മ അതിനെ വിളിക്കുന്നു ഇസ്മുൽ ആലത്തി, അതിനെ ഇസ്മുൽ ആലത്ത് എന്ന് വിളിക്കപ്പെടുന്നു. തുസമ്മ അല്ലേ, വിളിക്കപ്പെടുന്നു. ഇസ്മുൽ ആലത്തി എന്ന് അതിനെ വിളിക്കപ്പെടുന്നു. ഓക്കെ, ഇസ്മുൽ ആലത്തി ഇസ്മുൻ മസൂഖുൻ. ഇസ്മുൽ ആലത്ത് കലിമത്തു മിഫ്താഹുൻ എന്ന പദം മഅഖൂദത്തുൻ എടുക്കപ്പെട്ടതാണ്. മിൻ ഫതഹ യഫ്തഹു എന്നതിൽ നിന്നും എടുക്കപ്പെട്ടതാണ്. ലിദ്ദലാലത്തി കാണിക്കുന്നതിന് വേണ്ടി, ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി. അല ആലത്തിൽ ഫതഹി തുറക്കുന്ന ഉപകരണത്തിന്മേൽ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ദ ഓപ്പണിംഗ് ടു ഇൻഡിക്കേറ്റ്, തുറക്കുന്ന ഉപകരണത്തിന്മേൽ കാണിക്കുന്നതിന് വേണ്ടി ഫതഹ യഫ്തഹു എന്നതിൽ നിന്നും എടുക്കപ്പെട്ട പദമാണ് മിഫ്താഹുൻ എന്നത്. അതിനെ മതുസമ്മ ഇസ്മുൽ ആലത്തി, അതിനെ ഇസ്മുൽ ആലത്ത് എന്ന് വിളിക്കുന്നു.
അടുത്ത ലൈൻ നോക്കിക്കോളൂ കേട്ടോ. ഇസ്മുൽ ആലത്തി ഇസ്മുൻ മസൂഖുൻ. ഇസ്മുൽ ആലത്ത് എന്നാൽ ഇസ്മുൻ മസൂഖുൻ മിനൽ ഫിഅലി സുലാത്തി. ഇസ്മുൻ മസൂഖുൻ രൂപീകരിക്കപ്പെട്ട ഒരു ഇസ്മാണ്. മിൻ ഫിഅലി സുലാത്തി മൂന്നക്ഷര ക്രിയയിൽ നിന്നും രൂപീകരിക്കപ്പെട്ട ഒരു ഇസ്മുൽ ആലത്താണ്. അല്ല, മൂന്നക്ഷര ക്രിയയിൽ നിന്നും രൂപീകരിക്കപ്പെട്ട ഒരു ഇസ്മാണ് ഇസ്മുൽ ആലത്ത്. ലിദ്ദലാലത്തി അത് കാണിക്കുന്നതിന് വേണ്ടി അലാമ വഖഅൽ ഫിഅലു ബി വാസിത്വത്തിഹി എന്തായിരുന്നു? അലാമ വഖഅ അത് മുഖേന ക്രിയ സംഭവിച്ചു. വഖഅൽ ഫിഅലുൽ വാസിത്വത്ത് അത് മുഖേന ക്രിയ സംഭവിച്ചു എന്നറിയിക്കുന്നതിന് വേണ്ടി. അതായത് അത് മുഖേന ക്രിയ സംഭവിച്ചു. ഇപ്പോൾ മിഫ്താഹ് തൊട്ടിട്ടാണ് ഫതഹ ചെയ്തത്. താക്കോല് മുഖേനയാണ് തുറക്കുക എന്ന ക്രിയ ഉണ്ടായത്. അത് മുഖേന ക്രിയ സംഭവിച്ചു എന്നറിയിക്കുന്നതിന് വേണ്ടി. അത് മുഖേന അതായത് താക്കോൽ മുഖേന വാതിൽ തുറന്നു പറയാലോ. ഓക്കെ, അത് മുഖേന ക്രിയ സംഭവിച്ചു എന്നറിയിക്കുന്നതിന് വേണ്ടി മൂന്നക്ഷര ക്രിയയിൽ നിന്നും ഉണ്ടാക്കപ്പെട്ട ഒരു ഇസ്മാണ് ഇസ്മുൽ ആലത്ത്. ലിസ്മിൽ ആലത്തി സലാസത്തു ഔസാനിൻ. ഇസ്മുൽ ആലത്തിന് 3 വസനുകൾ ഉണ്ട്, 3 രൂപങ്ങൾ ഉണ്ട്. ഒന്നാമത്തേത് മിഫ്ആലുൻ. അലാ ഹാദൽ വസ്നി, ആ വസ്നിൽ നിന്നാണ് എന്തുണ്ടായിട്ടുള്ളത്? മിഫ്താഹുൻ എന്നുണ്ടായിട്ടുള്ളത്. പിന്നെ മിഫ്ആലുൻ അതിൽ അല ഹാദൽ വസ്നി, ആ വസ്നിന്മേൽ മിബ്റദുൻ. മിബ്റദുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബറദ യബ്റുദു എന്നാണ്. ബറദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഗ എന്നൊക്കെ പറയില്ലേ, മൂർച്ച കൂട്ടുക ഒക്കെ പറയില്ലേ, അത്. മിബ്റദുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാർപ്നറിനെ പറയും തോന്നുന്നുണ്ട് അല്ലേ. മിബ്റദുൻ നോക്കട്ടെ കേട്ടോ, ഇവിടെ ഉണ്ടാവും. മിബ്റദുൻ അരമാണ് കേട്ടോ. അരം എന്നാണ് കേട്ടോ, ഷാർപ്നർ അല്ല. അരം എന്ന് പറയില്ലേ, പണ്ട് നമ്മൾ കത്തിയെല്ലാം മൂർച്ച കൂട്ടുന്നൊരു സാധനമല്ലേ അരം, അങ്ങനെ പറയും, മൂർച്ച കൂട്ടുന്നത്. അടുത്തത് ബറദ. മിഫ്ആലത്തുൻ വസ്നിൽ അല ഹാദൽ വസ്നി മിക്നസത്തുൻ. ആ വസ്നിൽ നിന്നാണ് മിക്നസത്തുൻ. കനസ അടിച്ചു വര, ബ്രൂമിലെ ചൂല്, അതിനാണ് മിക്നസത്തുൻ എന്ന് പറയുന്നത്. ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇനി അതന്നെ അടുത്ത് നമ്മളോട് ഉണ്ടാക്കാൻ പറയുന്നത് സുഖ് നീ നിർമ്മിക്കണം. എന്ത്? മിൻ അഫ്ആലിൽ ആത്തിയത്തി തുടർന്ന് വരുന്ന ക്രിയയിൽ നിന്നും അസ്മാ അൽ ആലാത്തി ഇസ്മുൽ ആലത്തുകളെ നിർമ്മിക്കണം. അല വസ്നി മിഫ്ആലുൻ മിഫ്ആലുൽ വസ്നിൽ നിന്നും. നല്ല എളുപ്പമാണ്. മിഫ്ആലുൽ വസ്നിന്മേൽ എന്ന് പറയാം. ഫതഹ തുറന്നു, യഫ്തഹു തുറക്കുന്നു. അതിൻ്റെ ഇസ്മുൽ ആലത്ത് എളുപ്പമുണ്ട് അല്ലേ. മിഫ്താഹുൻ നല്ല മിഫ്താഹുൻ. അടുത്തത് നഷറ എന്ന് പറഞ്ഞാൽ പിളർത്തി, മുറിച്ചു ഒക്കെ പറയാം. സോ എന്നാണ് അർത്ഥം കൊടുത്തത് അല്ലേ. മിൻ നഷറ യൻഷുറു. വാള് എന്നൊക്കെ പറയാം, പിളർക്കുന്ന ഈർച്ചവാള് എന്നൊക്കെ പറയും കേട്ടോ. വാള് അറിയില്ല, സ്വാഡ്. മിൻഷാറുൻ അതാണോ ചോദിച്ചത്? മിൻഷാറുൻ. നഷറയുടെ ഇസ്മു ഫായില് നാഷിറുൻ, ഇസ്മു മഫൂല് മൻഷൂറുൻ. അടുത്തത് ഹറസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷി ചെയ്യൽ, ഉഴുതുമറിച്ചു. ഹറസ യഹ്റുസു കൾട്ടിവേറ്റ് ചെയ്യാന്നൊക്കെ പറയും, പ്ലോ ചെയ്യാന്നൊക്കെ പറയും. മിഹ്റാസുൻ ഹാരിസാണ് പ്ലോ ചെയ്യുന്ന ആള്, ഹാരിസ്. മഹ്റൂസുൻ അതിന്റെ സ്മോഫൂല്. മിഹ്റാസ് കാണുന്നില്ലേ ബുക്കില്? മിഹ്റാസുൻ ഹായാണ് കേട്ടാ. കൃഷി ചെയ്ത് ഉഴുതു പറിക്കുക, പ്ലോ കൾട്ടിവേറ്റ്. അപ്പൊ കലപ്പ എന്നൊക്കെ പറയും. കൃഷി ചെയ്യുന്ന ആള് ഹാരിസ്. മഹ്റൂസ് ഉഴുതുമറിക്കുന്ന ആളുണ്ടല്ലോ, അയാളെ പറയുന്നത് മഹ്റൂസ്. ഉഴുതുമറിക്കപ്പെട്ട ഇത് എന്താ പറയുക, ഇസ്മു മഫൂലാണ് അതിൻ്റെ. ഇനി സലജ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂട്ടുക, അങ്ങനെ ലോക്ക് ചെയ്യാന്നൊക്കെ പറയില്ല, പൂട്ടുക. സലജ യസ്ലിജു ലോക്ക് ചെയ്യുക, ബോൾട്ട് ലോക്ക് എന്നൊക്കെ പറയും കേട്ടോ.
യസു ലിജു മിസ്ലാജുൻ ഓടാമ്പൽ കുറ്റി ലോക്ക് എന്നൊക്കെ പറയട്ടാ. മിസ്ലാജ് പൂട്ടുന്ന ആള് സാലിജ് മസുലൂജ്. ഖാസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖാസ ഖാസ എന്ന് പറഞ്ഞാൽ മെഷർ ചെയ്യാട്ടോ, അളക്കുക. ഖാസ ഖാസ യഖീസു ഖാസ യഖീസു മിഖ്യാസുൻ അല്ലേ, ഇതുപോലെ പറഞ്ഞാൽ മിഖ്യാസുൻ യഖീസു അല്ലേ. അപ്പം നമ്മൾ എവിടുന്ന് മൂന്നാമത്തെ അക്ഷരം കിട്ടി? മുലാരിയിൽ നിന്ന് കിട്ടി അല്ലേ. മിഖ്യാസുൻ അളവുകോൽ. ടാപ്പ് ഇല്ലേ, ടാപ്പ് അളക്കുന്ന ടാപ്പ്. മിഖ്യാസുൻ. ഖാസ ഖാസൻ്റെ ഇസ്മു ഫായിൽ ആരാ? കാലന്റെ എന്താ മക്കളെ, എന്താ അവസ്ഥ? ഖായിലുൻ. അതുപോലെ ഖായിസുൻ മഖീസുൻ ഇസ്മു മഫൂൽ കേട്ടോ, ഓർക്കണം കേട്ടോ, മറക്കരുത്. ഇനി കാല അളന്നു, ഇതന്നെ കാലു. മിഖിയാലുൻ മിഖിയാലുൻ അളവു പാത്രം. മിഖിയാലുൻ വസന തൂക്കി. യസിനു തൂക്കുന്നു. മീസാനുൻ തൂക്കുന്നു. അതിൻ്റെ അസല് മിവ്സാനുൻ എന്നാണ്. എന്തുണ്ടായി? ഖുലിബത്തിൽ വാവു യാ എൻ ലി സുകൂനിഹ വൻകിസാരി മാ ഖബ്ലഹ. വാവ് യാ ആയി മാറി. അതിന് തൊട്ട് മുൻപുള്ളതിന് സുക്കൂന് അല്ല, അതിന് സുക്കൂന് ലി സുക്കൂനിഹ അതിന് സുക്കൂനും വൻകിസാരി മാ ഖബ്ലഹ അതിന് തൊട്ട് മുൻപുള്ളതിന് കെസ്റയും വരുമ്പോൾ ഖുലിബത്തിൽ വാവു യാ എൻ. ഓക്കെ, അടുത്ത പറയട്ടെ. ശരി, അടുത്തത് സുഗ് മിൻ അഫ്ആലിൽ ആത്തിയത്തി. തുടർന്ന് വരുന്ന ക്രിയകളിൽ നിന്നും നീ ഉണ്ടാക്കണം. അസ്മാ അൽ ആലാത്തി ഇസ്മുൽ ആലത്തുകളെ ഉണ്ടാക്കണം. അല വസിനി മിഫ് അൽ വസിനിൽ കേട്ടാ. നേരത്തെ പറഞ്ഞത് അല്ലേ, ഖാന്ന് കൊടുത്തിട്ടുള്ളത് ഖബറദാന്ന് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. ബറദ ഇതിൽ ശരിക്കും കൊടുത്തിട്ടുണ്ട്, എൻ്റെ ബുക്കിൽ ഖബറദാന്ന് കൊടുത്തിട്ടുണ്ട്. ബറദ ഖാ എന്ന് പറഞ്ഞാൽ പോലെ എന്നുള്ള അർത്ഥത്തിൽ ഒരു കാഫ് ചിലവരുടെ ബുക്കിലുണ്ടാവും, അത് നോക്കണ്ട കേട്ടാ. ബറദ യബ്റുദു. ബറദ എന്ന് പറഞ്ഞാൽ രാഗി, മൂർച്ച കൂട്ടി, ഷാർപ്പൻ ചെയ്തു എന്നൊക്കെ പറയാം. മിബ്റദുൻ അരം, മൂർച്ച കൂട്ടുന്ന സാധനം. അരം കത്തിയൊക്കെ മൂർച്ച കൂട്ടുന്ന സാധനം കേട്ടാ. ഹലബ എന്ന് പറഞ്ഞാൽ പാല് കറന്നു. യഹ്ലുബു പാൽ കറക്കുന്നു. മിഹ്ലബുൻ പാൽ കറക്കുന്ന സാധനം. എന്തുട്ടാണാവോ, ഇനി പല മെഷീനാണാവോ. സൈദ മുകളിലേക്ക് കയറി. ടു ക്ലൈംബ്. യസ്അദു മിസ്അദു എന്ന് പറഞ്ഞാൽ ലിഫ്റ്റ്, എലവേറ്റർ എന്നൊക്കെ പറയും. ഖബല എന്ന് പറഞ്ഞാൽ പിടിച്ചു, ക്യാച്ച് ചെയ്യുക. ഖബല യഖ്ബിദു പിടിക്കുന്നു. പിടിക്കുക എന്നറിയില്ല. ഖബല എന്ന് പറഞ്ഞാൽ പിടിക്കുക, ടു ക്യാച്ച് കേട്ടാ, പിടിക്കുക. യഖ്ബിലു പിടിക്കുന്നു. അതിൻ്റെ മിഖ്ബലു എന്ന് പറഞ്ഞാൽ ലാൻഡിലാണ് അല്ലേ, പിടിക്കുന്നത്. എന്തുട്ടാ അത്? ഖബല യഖ്ബിലു ഇവിടെ ഉണ്ടാവും. ഖബല യഖ്ബലു. ഒരു മിനിറ്റ് കേട്ടാ, ഞാൻ ഇതിൻ്റെ മീനിങ് ഒന്നും കൂടി നോക്കട്ടെ കേട്ടാ. ഹാൻഡിൽ കേട്ടാ, ഞാൻ ഹാൻഡിൽ എന്താണെന്നില്ല, ഹാൻഡിലാണ് കേട്ടാ. പിടിക്കുന്നതിൽ നമ്മൾ പിടിക്കൂലേ, ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, ഒരു പിടി എന്നൊക്കെ പറയില്ലേ. ഇപ്പോൾ ഡോറിനൊക്കെ ഹാൻഡിൽ ഉണ്ടാവൂലേ, ഹാൻഡിൽ കേട്ടാ. ഖാദ എന്ന് പറഞ്ഞാൽ തെളിയിച്ചു, നയിച്ചു എന്നൊക്കെ പറയും. മൃഗങ്ങളൊക്കെ ഇങ്ങനെ തെളിയിച്ചു കൊണ്ടുപോകൂലേ, ഡ്രൈവ് ചെയ്യണേനും പറയും കേട്ടാ, അങ്ങനെയും പറയാം. ഖാദ യഖൂദു. അതിൻ്റെ എങ്ങനെ വരിക? മിഫ്അൽ എന്ന് വെച്ചാലേ മിഖ്വദുൻ. മിഖ്വദുൻ അല്ലേ. എങ്ങനെ യഖൂദൂന്ന് വാവ് കണ്ടില്ലേ മുളാരിയില്? ഖാദന്റെ അരിഫിന്റെ അസിൽ എന്താ വാവം കണ്ടില്ലേ? ഖവദ എന്നാന്ന് മനസ്സിലായില്ലേ യഖൂദു കണ്ടപ്പോ? അപ്പൊ മിഖ്വദുൻ കേട്ടാ. യാ എങ്ങനെ വന്ന്? അല്ല വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഖാദ യഖൂദു. മിഖ്വദുനാണ് കേട്ടാ, ഖവദയാണ് കേട്ടാ. അതെന്ന് വെച്ചാലേ പല രീതിയിൽ പറയാം. കടിഞ്ഞാണ്, ഇപ്പോൾ ഒരു മൃഗത്തിനെ ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ കടിഞ്ഞാണ്, അല്ലെങ്കിൽ മൂക്ക് കയറ് എന്ന് പറയാം. ഇനി ഒരു വണ്ടീനെ ഓടിക്കണമെങ്കിൽ അതിൻ്റെ സ്റ്റിയറിങ് ഇല്ലേ, അതും പറയും കേട്ടോ.
മിഖ്വദുൻ കേട്ടോ. ഇനി കസ്സ എന്ന് പറഞ്ഞാൽ കത്രിക്ക, കട്ട് ചെയ്യുക. യഖുസ്സു മിഖസ്സു എന്ന് പറഞ്ഞാൽ സീസർ, കത്രിക. ഓക്കെ. ഈ മിക്കവതു സയ്യാറാത്തി എന്നൊക്കെ പറയും കേട്ടോ, കാറിൻ്റെ സ്റ്റിയറിങ് കേട്ടോ. ഇനി ഹക്ക എന്ന് പറഞ്ഞാൽ ഉരസി, പിന്നെ ഉരസി എന്നൊക്കെ സ്ക്രാപ്പ് ചെയ്യുക. മിക്കസുൻ സ്വാധീനല്ലേ ശ്രദ്ധ, കത്രിക പഠിച്ചിട്ടില്ലേ? ആ പിന്നെ ഹക്ക എന്ന് പറഞ്ഞാൽ ഉരസി എന്നൊക്കെ പറയാം, ചെരിഞ്ഞു എന്ന് പറയാം, ടു സ്ക്രാപ്പ്. യഹുക്കു മിഹക്കുൻ അല്ലേ, മിഹക്കുൻ ഉരക്കല്ല്. മിഖസുൻ മിഹക്കുൻ മിഖസുൻ അത് എന്താ അങ്ങനെ ആയത് അല്ലേ? ഓക്കെ ഓക്കെ, എനിക്ക് മനസ്സിലായില്ല ആദ്യം. കസ്സ എന്ന് പറയുമ്പോൾ അതിൻ്റെ അസിലേക്ക് പോകണം. അപ്പോൾ രണ്ട് സ്വാദ് വരില്ലേ? മിഖുസുൻ അത് ഇങ്ങനെ ആയതാണ് കേട്ടോ, മിഖസുൻ ആയതാണ് കേട്ടോ. മിഹക്കുനും അങ്ങനെ തന്നെ കേട്ടോ, ശ്രദ്ധയുള്ളതല്ലേ. അപ്പോൾ അത് രണ്ടും കൂടി ഇതാം ചെയ്തതാണ് കേട്ടോ. അതങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ ഇൻഷാ അല്ലാ. പിന്നെ അതിങ്ങനെ കുറേ എല്ലാവരും നോക്കണ്ടല്ലോ. രണ്ട് ശ്രദ്ധയുള്ള അക്ഷരങ്ങളാണ് അതിൻ്റെ ഖസസ എന്ന് പറഞ്ഞിട്ടാണ്. പിന്നീട് അത് മിഖ്സസുനായതാണ്, എന്നിട്ട് രണ്ടും കൂടി മിഖസുനായതാണെന്നൊക്കെ അങ്ങനെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അതിൻ്റെ നാലാമത്തെയും കൂടി പറയാം കേട്ടോ. സുഖ്മിൻ അഫ്ആലിൽ ആത്തിയത്തി, തുടർന്ന് വരുന്ന ക്രിയയിൽ നിന്നും നീ ഉണ്ടാക്കണം. അസ്മാൽ ആലാത്തി, ഇസ്മുൽ ആലത്തുകൾ ഉണ്ടാക്കണം. അലാ വസനി മിഫ്ആലത്ത്, മിഫ്ആലത്തുൻ എന്ന വസനിൽ കേട്ടോ. കനസ അടിച്ചുവാരി, യകുനുസു അടിച്ചുവാരുന്നു, മിഖ്നസുൻ മിഖ്നസത്തുൻ മിഖ്നസത്തുൻ ബ്രൂം ചൂല്, അടിച്ചുവാരുന്നു, സ്വീപ്പ് ചെയ്യുന്ന സാധനം. ലായിഖ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലിക്ക് ചെയ്യില്ലേ, ലിക്ക് ചെയ്യാന്ന് പറയില്ലേ, നക്കുക എന്നൊക്കെ പറയില്ലേ, നക്കുക ഊമ്പ എന്നൊക്കെ പറയും. ലായിഖ മിൽ സ്പൂണ്, സ്പൂണ് കേട്ടാ, ലിക്ക് ചെയ്യുന്ന സാധനം സ്പൂണ്. തൊറഫ എന്ന് പറഞ്ഞാൽ മുട്ടി, മേടി, മുട്ടി എന്നൊക്കെ പറയും. യത്തുറുഫു മിത്തുറഫത്തുൻ, അല്ല തൊറക്കയാണ്, സോറി തൊറഫ എന്ന് പറയാം. മിത്തുറക്കത്തുൻ തറക്ക യത്തുറുഖു മിത്തുറഖത്തുൻ. ഉപേക്ഷിച്ചു എന്നല്ലേ ടീച്ചറെ? തോയ തായ ഫാത്തിമ തന്റെ ബുക്കില്ലേ നോക്കി എന്നിട്ടാ പറഞ്ഞേ. അല്ല ടീച്ചർ പറഞ്ഞ തുറക്കാൻ്റെ അർത്ഥം ടീച്ചർ പറഞ്ഞു? മേടി മുട്ടി എന്നൊക്കെ പറയാട്ടാ. തൊറക്ക യത്തുറുഖു, തൊറക്ക തൊറക്ക യത്തുറുഖു. തെറക്കല്ലേ ഉപേക്ഷിച്ചെന്ന് പറയണ ഫാത്തിമ, തെറക്ക. അതാണ് തറക്കയും ഇത് തോന്ന് പറഞ്ഞതാണ്. തൊറക്ക യത്തുറുഖു മിത്തുറഖത്തുൻ. ഈ തുറക്കയുടെ മീനിങ് എന്താ ടീച്ചർ? മുട്ടുക എന്നൊക്കെ പറയില്ലേ, ഇങ്ങനെ നോക്ക് ചെയ്ത് വാതിലുമ്പോ മുട്ടിയത് പറഞ്ഞു മേടുക, മുട്ടുക എന്നൊക്കെ പറയും, മുട്ടുക. അത് ഹാമർ ഇട്ടാ, ചുറ്റിക. മിത്തുറഖത്തുൻ മിത്തുറഖത്തുൻ ഹാമർ, ചുറ്റിക. സതറ വരച്ചു, ഡ്രോ ചെയ്തു. സതറ ടു ഡ്രോ എ ലൈൻ, വരച്ചു. യസ്തുറു വരക്കുന്നു. മിസ്തറത്തുൻ റൂളർ, വരക്കുന്ന ഇത്, മറ്റേ റൂളർ സ്കെയില്, സ്കെയില് എന്ന് പറയും നമ്മുടെ റൂളർ. അസറ എന്ന് പറഞ്ഞാൽ ഞെക്കി പിഴിഞ്ഞു, പിഴിയ, സ്ക്വീസ് ചെയ്യല്ലേ. അസറ അസറ യഅ്സിറു യഅ്സിറു. അതിൻ്റെ ഇസ്മുൽ ആലാണ് മിഅ്സറത്തുൻ, മിഅ്സറത്തുൻ എന്ന് പറഞ്ഞാൽ സ്ക്വീസർ. ഇപ്പോൾ ഓറഞ്ചൊക്കെ എടുക്കൂലേ ഇങ്ങനെ. പിന്നെ വേറൊരു വാക്കുണ്ട് അതിന്, പണ്ട് ഇങ്ങനെ ആട്ടൂലേ, ചക്ക്, ചക്ക് എന്ന് പറയും. ചക്കിലാട്ടിയ വെളിച്ചെണ്ണ എന്നൊക്കെ കണ്ടിട്ടില്ലേ, ചക്കിലാട്ടിയ ചക്ക്. ടീച്ചർ ആദ്യം പറഞ്ഞ വേർഡ് എന്തോ മീനിങ് എന്തോ ടീച്ചറെ? ഏതിൻ്റെയാ? ഞെക്കിപ്പിഴിഞ്ഞു, ജ്യൂസ് എടുക്കല്ലേ നമ്മള് അസീറ എന്ന് പറഞ്ഞത് ജ്യൂസിന്. ജ്യൂസ് അതന്നെ, അസീറു ജ്യൂസ്. ഇനി വേറെ ഉണ്ട് കേട്ടാ, ഇതിന് ഉപയോഗിക്കുന്ന വേറെ ഉണ്ട്. മിഅ്സറത്തുൻ അല്ലാണ്ട് മിഅ്സാറുൻ എന്ന് പറഞ്ഞിട്ടൊരു വാക്ക് കൊടുക്കാറുണ്ട് ഇതിന്, മിഅ്സാറുൻ. പിന്നെ അസ്സാറത്തുൻ എന്നും പറയാറുണ്ട്. അപ്പോൾ ഒരു പദത്തിൽ തന്നെ പല രൂപത്തിലും വരാറുണ്ട് കേട്ടാ. മിഅ്സാറുൻ അങ്ങനെ വരാറുണ്ട് കേട്ടാ. അസ്സാറത്തുൻ മിഅ്സർ, മിഅ്സർ എന്നും പറയാറുണ്ട്.
മിസ്റത്തും മിസ്വാറ് അസ്വാറത്തും എന്നും പറയാറുണ്ട് കേട്ടോ. അടുത്തത് അറഫ, സോറി ഗൊറഫ. ഗൊറഫ എന്ന് പറഞ്ഞാൽ കോരി, ഒരു സാധനം കോരി എടുക്കല്ലോ. ഗൊറഫ എന്ന് പറഞ്ഞാൽ കോരി. യഗുരിഫു കോരുന്നു. മിഗുറഫത്തുൻ കോരി, കയ്യിൽ സ്കൂപ്പ് ചെയ്യുന്ന സാധനമല്ലേ കോരി എടുക്കണത്. അല്ലെങ്കിൽ കയ്യിൽ പറയില്ല ലാഡിൽ നിന്നാ, എന്താ പറയുക, ലാഡിൽ നിന്നല്ലേ പറയാം. ലാഡിൽ അല്ല അല്ലേ, ലാഡിൽ തന്നെ പറയാം. ഇവിടെ ഉണ്ടാവും അർത്ഥം. അപ്പം ഇടാം ഏണിയാ, അത് ലാഡർ, സോറി. ഇവിടെ കൊടുത്തിട്ടുണ്ടാ ഇതില്, നോക്കട്ടെ കേട്ടോ. ഇത് ലാഡിൽ അല്ലേ? ഞാൻ നോക്കട്ടെ, അറിയില്ല, നോക്കണം. ബുക്കിലുണ്ടോ? മിൽക്കിംഗ് വെസൽ, ഇവിടെ ലൈഫ, ഗറഫ, സ്കൂപ്പ്. ലാഡിൽ തന്നെ കേട്ടാ, ലാഡിലുണ്ട്. സ്കൂപ്പ് ഉണ്ട്, ലാർജ് സ്പൂണ്, ലാഡിൽ, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടാ. അടുത്തത് എന്താ പറയുന്നത്, മിഗുറഫത്തുൻ. അടുത്തത് കൊല എന്ന് പറഞ്ഞാൽ പൊരിച്ചു, വറുത്തു, ഫ്രൈ ചെയ്തു. യഖ്ലി, മിഖലാത്തുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരിപ്പാത്രം, ഫ്രൈം പാൻ എന്നൊക്കെ പറയും. മിഖലാത്തുൻ അതിൻ്റെ അസ്ലുഹ, അതിൻ്റെ ഒറിജിനൽ മിഖ്ലയത്തുൻ എന്നാണ്. മിഖ്ലയത്തുൻ എന്നാണ്. അത് നേരത്തെ പറഞ്ഞില്ലേ, തുഖ്ലബുൽ യാഉ അലിഫൻ ലിതഹറുക്കിഹ വൻഫിത്താജി മാ ഖബ്ലഹ, വൻഫിത്താജി മാ ഖബ്ലഹ. അതിന് തൊട്ട് മുന്നിൽ തന്നെ എന്തുട്ടോ, യാ അലിഫായി മാറി അല്ലേ. വൻഫിത്താഹി, വൻഫിത്താഹി മാ ഖബ്ലഹ. അപ്പോൾ യായിൻ്റെ മാ ഖബ്ല മഫ്തൂഹയാണ്, അതുകൊണ്ട് അതിന് അലിഫായി മാറി. ഇനി മഹ എന്ന് പറഞ്ഞാൽ മായ്ച്ചു, യംഹു മായ്ക്കുന്നു, മിംഹാത്തു എന്ന് പറഞ്ഞാൽ മായ്ക്കുന്ന സാധനം. ഇറേസർ, നമ്മുടെ നാട്ടിലെ ഇറേസർ അല്ല, ഇറേസർ എന്ന് പറയും അല്ല, എന്താ പറയുക, റബ്ബർ എന്ന് അറിയില്ലേ നമ്മൾ. അസ്ലുഹ, അതിൻ്റെ അസ്ല എന്തായിരുന്നു, മിഫ്അലത്തുൻ വസ്നായിരുന്നു അതിൻ്റെ. മിംഹവത്തുൻ എന്നായിരുന്നു. മിംഹവത്തുൻ. ഇതേപോലെ തന്നെ ബാബിന് ഹർക്കത്ത്, ബാബിന് തൊട്ട് മുൻപുള്ളതിന് അലിഫായി മാറി, മിംഹാത്തുനായി. അടുത്തത് കവ എന്ന് പറഞ്ഞാൽ ചൂടാക്കി എന്നൊക്കെയാണ് അർത്ഥം. കവ അല്ലെങ്കിൽ അയൺ ചെയ്തു. യക്വി, മിഖ്വാത്തുൻ, അത് മിഖ്വയത്തുൻ എന്നാണ് അസല എഴുതണം കേട്ടോ. മിഖ്വയത്തുൻ ഞാനത് എഴുതി തരായിരുന്നു കേട്ടോ. ഇതിന് പറ്റില്ല, മറ്റേ മൊബൈലിലേ പറ്റുള്ളൂ. ബറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാർപ്പൻ ചെയ്തു, കൂർപ്പിച്ചു. ബറ. യബരി എന്ന് പറയുമ്പോൾ ഇവിടെ ഷാർപ്പൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് മൂർച്ച കൂട്ടി എന്ന് ബറത ഉണ്ട് കേട്ടോ. ഇത് ബറയാണ് കേട്ടോ. ഇത് രണ്ടും വ്യത്യാസം ഉണ്ട് കേട്ടോ. നേരത്തെ അതെനിക്ക് അങ്ങനെ തെറ്റ് പറ്റിയിരുന്നു. ബറ യബരി, കൂർപ്പിച്ചു, മൂർച്ച കൂട്ടി, ഷാർപ്പൻ. മിബറാത്തുൻ എന്ന് പറഞ്ഞാൽ ഷാർപ്നർ. മിബറാത്തുൻ, അതിൻ്റെ മിബറയത്തുൻ എന്നാണ് അസൽ കേട്ടോ. മിബറാത്തുൻ താമർബൂത്ത്. ഇതേപോലെ തന്നെ എന്താണ്, മിബ്രയത്തുൻ, മിഫ്അലത്തുൻ ആയിരുന്നു, അത് മിബ്രാത്തുൻ ആയി കേട്ടോ. യാ അലിഫായി മാറി, മിബ്രാത്തുൻ. സൊഫ എന്ന് പറഞ്ഞാൽ അരിച്ചു, ശുദ്ധിയാക്കി, ഫിൽട്ടർ ഔട്ട്. സഫ യസ്ഫു, മിസ്ഫാത്തുൻ, മിസ്ഫവത്തുൻ എന്നായിരുന്നു കേട്ടോ. മിസ്ഫവത്തുൻ എന്നായിരുന്നു കേട്ടോ. മിസ്ഫവത്തുൻ. അടുത്തത് റഅ കണ്ടു, യറ, മിർആത്തുൻ, മിർഅയത്തുനാണ് മിർആത്തുൻ ആയത്, മിറർ കേട്ടോ. മിർആത്തുൻ, മിർഅയത്തുനാണ് വരേണ്ടത്. മിർആയത്തുൻ, മിഫ്അലത്തത് മിർആത്തുൻ ആയിട്ടാ. മിർആത്തുൻ, രണ്ട് ഹംസ അടുത്ത് വന്നപ്പോഴേ മദ് കൊടുത്തു. മിർആത്ത്, ഒരു യാ അലിഫായി. പിന്നെ ഹംസയല്ലേ ഉള്ളത്, അപ്പം അതിന് മദ്ദാക്കിയിട്ട് മിർആത്തുൻ കേട്ടോ. അടുത്തത് റക്കിയ എന്ന് പറഞ്ഞാൽ എന്താ, കയറി എന്നൊക്കെ പറയാം കേട്ടോ. റക്കിയ കയറി, കയറി, കയറി. റഖിയ യർക്ക, മിർഖാത്തുൻ, മിർഖയത്തുൻ, മിർഖാത്തുൻ ആയി. കോണിപ്പടി കേട്ടോ. മിർഖാത്തുൻ. അത്രയും മതി. ഇനി എന്തെങ്കിലും ചോദിക്കാൻ എന്തെങ്കിലും, ഇനി ചില വാക്കുകളുണ്ട് കേട്ടോ. ഇപ്പോൾ ചില വാക്കുകൾ മിർഖയത്തുൻ അസ്ല്, അത്
യാ അലിഫാക്കിയിട്ട് മിർക്കാത്തുൻ ആക്കുക കേട്ടോ. മറ്റേ നടുവിലിട്ടെല്ലാം ഓപ്പൺ ഓപ്പൺ ത അല്ല അല്ലേ? അല്ലല്ല, എല്ലാത്തിനും താമസല്ലേ കണ്ടില്ലേ? അതിന്റെ വചനിലുള്ളതാണ് താക്കൂർ. എക്സാമ്പിളിൽ കണ്ടു. ആ, അതിലുള്ളതാണ് കേട്ടോ. ഇനി ഇത് കൂടാതെ ഇപ്പൊ നമ്മള് 3 വചനല്ലേ ഇതിലേക്ക് പഠിച്ചത്. ഇത് കൂടാതെ വേറെയും ചില വചനങ്ങളുണ്ട്. ആലുൻ വചനമൊക്കെ ഉണ്ട്. ആലുൻ ഫതഹ ഐൻ ഷദദ് ഇതിൽ കൊടുത്തിട്ടില്ല കേട്ടാ. ജറാറുൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. വലിച്ചു കൊണ്ടുപോകണം അത് സാധനം, ഓരോന്ന് വലിച്ചു കൊണ്ടുപോകണ ഇതുണ്ടാവൂലേ അത്. പിന്നെ കബ്ബാസുൻ എന്ന് കേട്ടിട്ടുണ്ട്. കബ്ബാസുൻ, കാഫ് ബാക്ക് ഷദ്ദ. കബ്ബാസു എന്ന് പറഞ്ഞാൽ സ്റ്റാപ്ലർ. ഇതല്ലാത്ത വചനം ഉണ്ട് കേട്ടാ. ഇപ്പൊ ഞാൻ പറഞ്ഞ ആലിൻ വചനില് അതിലാണ് ജറാറു എന്ന് പറയും. ജറാറു എന്ന് പറഞ്ഞാൽ വലിച്ചു കൊണ്ടുപോകണ ഉപകരണം. ജറ കബ്ബാസ്. മിർഹാലുൻ ഇസ്മുലാലയാണോ മിർഹാലുൻ? പറഞ്ഞാല് ഒരു മക്കാനല്ലേ? അല്ലല്ലോ, ഇസ്മുലാലയില് വരുമോ? ഇല്ല ഇല്ല, ഇസ്മുലാലയില്ല. പിന്നെ അടുത്തത് ഫആലത്തുൻ വരും. ഫആലുൻ വരും, ഫആലത്തുൻ വരും. അതിലാണ് ഗസ്സാലത്തുൻ, വാഷിംഗ് മെഷീൻ പറയില്ലേ? ഗസല, ഗസ്സാലത്തുൻ. സല്ലാജത്തുൻ, ഫ്രിഡ്ജ്. പിന്നെന്താ കസാറത്തുൻ, അതും ഉണ്ട്. പാറ പിടിക്കുന്ന പ്രഷറുണ്ട്. കസാറത്തുൻ എന്നാണ് ഒന്നിട്ട് പറയണത്, എനിക്ക് കറക്റ്റായിട്ടില്ല. അങ്ങനെ പറയും. മിനുറബത്തുൻ, അത് മിനുറബത്തുൻ അത് ഇതില് വരില്ലേ? ലൊറബ മിനുറബത്തുൻ ഇതിലാണ് വരുന്നത്. മിനുറബത്തുന് മിനുറബത്തുൻ ആ അടിക്കുന്ന ഉപകരണം അല്ലേ മിനുറബത്തുൻ. അങ്ങനത്തെ സാധനം ഉണ്ട് അല്ലേ? ഓക്കെ. ഇനി ഫാഊലുൻ എന്നൊരു പദമുണ്ട്. ഫാഊലുൻ അതിൽ വരുന്നതാണ് നാക്കൂറുൻ. നാക്കൂറുൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹോണ്. നാക്കൂറുൻ കേട്ടിട്ടുണ്ട്. ഹോണാന്ന് മനസ്സിലായത്. ഹോണുണ്ട്. നാക്കൂറുൻ നക്കറ എന്ന് പറഞ്ഞാൽ ഊതി ശബ്ദം ഉണ്ടാക്കിയത് നാക്കൂറുൻ എന്നൊക്കെ പറയാട്ടാ. പിന്നെ ഫിആലുൻ എന്നുള്ളതുണ്ട് കേട്ടാ. ഫിആലുൻ അതിൽ ഹിസാമുൻ, അത് ഹസമ എന്ന് പറഞ്ഞാൽ കെട്ടി. ഹാ ക്രോക്കഡൈൽ മൗത്തില്ലേ ഹാ. പിന്നെ റാടെ മുകളിൽ പുള്ളിയിട്ട ഹസമ കെട്ടുക എന്ന് പറയും. അതിൽ നിന്നാണ് ഹിസാമുൻ ഉണ്ടായത്. ബെൽറ്റില്ലേ, സീറ്റ് ബെൽറ്റിനൊക്കെ കണ്ടിട്ടില്ല നിങ്ങൾ? ഹിസാമുൻ ഗൾഫിലൊക്കെ ഉള്ള ഒരു സീറ്റ് ബെൽറ്റ് ഇടാന്നൊക്കെ പറയുന്നത് ഹിസാമുൽ അമനത്ത് എന്തുകൊണ്ടാണ് സീറ്റ് ബെൽറ്റ് എന്ന് പറയുക, സേഫ്റ്റി ബെൽറ്റ് ഹിസാമുൻ. പിന്നെ ഹിസാമു ഇതിലില്ലാത്താണ് കേട്ടത്. പിന്നെ ഫായിലത്തുൻ വസലുണ്ട്. റാഫി അത്തുൻ എന്ന് പറയും, ക്രെയിന് ഉയർത്തുന്ന സാധനം. റാഫി അത്തുൻ. നാസിഹത്തുൻ എന്ന് പറയും. എന്നിട്ട് നാസിഹത്തുൻ എന്ന് പറഞ്ഞാൽ കോപ്പി എടുക്കുന്ന മെഷീൻ. നമ്മൾ നാസിഹത്തുൻ കോപ്പി എടുക്കുന്നതിനെ കുറിച്ചിട്ട് എവിടെയെങ്കിലും പഠിച്ചു കഴിഞ്ഞു പോയ ഏതോ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. നാസിഹത്തുൻ നുസ്ഹത്തുൻ കോപ്പി പഠിച്ചിട്ടുണ്ടല്ലേ? ഈ നമ്മിപ്പോ പഠിക്കുന്ന വസനിൽ പെട്ടതാണ് ഇതൊക്കെ ഇപ്പൊ പറയണത്. ഇല്ലാത്ത വേറെ വചനങ്ങളാണ് ഞാൻ പറഞ്ഞത്. വേറെ ഉണ്ട്. പിന്നെ ഫാഊലത്തുനുണ്ട്. താഹൂൻ 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 എന്ന് പറഞ്ഞ ഗ്രൈൻഡ് ചെയ്യണ മെഷീൻ താഹൂൻ. പിന്നെ മഫ്ഇലുനുണ്ട്. മൻബിയുന അലാമുണ്ട്. പിന്നെ അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇപ്പൊ നമ്മൾ പഠിച്ചതൊക്കെ എന്താന്ന് വെച്ചാൽ ഫിഅലിൽ നിന്ന് വരുന്നതാണ്, ഒരു ക്രിയയിൽ നിന്ന് വരുന്നതാണ്. ഈ ക്രിയയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്നതാണ് അല്ലേ? അതുകൊണ്ടാണല്ലോ ഏതിൽ നിന്നാണ് നിങ്ങൾ ഇഷ്തുഖമിൻകു ഏതിൽ നിന്നാണുള്ളത് അതിന്റെ ഫിഅൽ എഴുതാൻ പറയുന്നത്. അതുകൊണ്ടാണല്ലോ. അതല്ലാത്ത ഉപകരണങ്ങളുണ്ട്. അത് എന്തില്ല, അതൊരു ക്രിയയെന്ന് വരുന്നതല്ല. ഇപ്പൊ കലം എന്ന് പറഞ്ഞാൽ എഴുതാൻ ഉപയോഗിക്കുന്ന ഉപകരണമല്ല, അത് ജാമിദാണ്. അത് കലമു അതിന് ഫെയിലില്ല, അല്ലെങ്കിൽ അതിന് വേറെ ഏതിന്നാ വന്നത് അങ്ങനെ ഇല്ല. ഇപ്പൊ കലമുൻ എന്താണ് ഫഉസുന എന്നുള്ള കോടാലിക്ക് എന്താണ് ഫഉസുൻ തന്നെയല്ലേ? അങ്ങനെ തന്നെയാണ് കോടാലി. മറന്നു. സൈഫൂനല്ലേ വാള്. അപ്പൊ ചിലത് ഇങ്ങനെ ഉണ്ട്. അങ്ങനെ തന്നെ ജാമിദായിട്ടുള്ള ചില ഇസ്മുലാലകൾ ഉണ്ട്. എന്നാൽ അത് ഒരു ക്രിയയിൽ വന്നതല്ലാത്തത് കൊണ്ട് ഇവിടെ പറയാത്തത് കേട്ടോ. അത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ്.